നമസ്കാരം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീയുടെ കുഞ്ഞ് മരിച്ചത് ഇന്നലെയാണ്. ഒരാഴ്ച മുൻപാണ് ഇതേ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മറ്റൊരു സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വരുന്ന അവസ്ഥയുണ്ടായത്. ഈ രണ്ട് ശസ്ത്രക്രിയകളും നടത്തിയത് ഒരേ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ബിന്ദു സുന്ദർ. ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീയുടെ സഹോദരി ഈ ഡോക്ടറെക്കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. വെറും 5 മിനിറ്റ് കൊണ്ടാണ് അനസ്തേഷ്യ നൽകി തൻ്റെ സഹോദരിയെ സിസേറിയൻ നടത്തിയതെന്നും എപ്പോഴും ഈ ഡോക്ടർക്ക് ദേഷ്യമാണെന്നുമൊക്കെയുള്ള ആരോപണങ്ങളാണ് ആ സ്ത്രീ ഉന്നയിക്കുന്നത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. 2 കൊല്ലം മുൻപ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥൻ സഹപാഠികളുടെ ക്രൂരമായ റാഗിങ്ങിന് വിധേയനായി മരണപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നും നീറുന്നൊരോർമ്മയായി സിദ്ധാർത്ഥൻ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. അന്ന് നെടുമങ്ങാട്ടെ സിദ്ധാർത്ഥൻ്റെ വീടിൻ്റെ എതിർഭാഗത്തുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ബിന്ദു സുന്ദർ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിയിരുന്നത്. സിദ്ധാർത്ഥൻ്റെ സീനിയറായി അതേ കോളേജിൽ പഠിക്കുകയായിരുന്നു ഡോക്ടറുടെ മകൻ രോഹൻ. സിദ്ധാർത്ഥൻ പലതവണ രോഹനോടൊപ്പം ഡോക്ടറുടെ വീട്ടിൽ പോകുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ ഡോക്ടർക്കും അറിയാമായിരുന്നു. സിദ്ധാർത്ഥൻ മരണപ്പെട്ട ആദ്യ ദിവസങ്ങളിലൊന്നിൽ ഡോക്ടർ ബിന്ദു സുന്ദർ സിദ്ധാർത്ഥൻ്റെ വീട്ടിലെത്തി. കോളേജ് ഹോസ്റ്റലിലെ അടച്ചിട്ട മുറിയിൽ നിന്ന് സിദ്ധാർത്ഥൻ്റെ കരച്ചിലും അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങളും രോഹൻ കേട്ടെന്നും അവൻ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയെന്നും വാതിൽ ചവിട്ടി തുറന്നപ്പോൾ കാലിൽ മുറിവുണ്ടായി എന്നുമൊക്കെ അന്ന് ഡോക്ടർ ബിന്ദു സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബയോട് പറഞ്ഞത്രേ. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ ഷിബു ഈ ഡോക്ടറുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചതോടെ ഡോക്ടർ നിലപാട് മാറ്റി. പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാതെ പുറത്തിറങ്ങി പോയി എന്നാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ പറയുന്നത്. അതിനുശേഷം ഡോക്ടർക്കെതിരെ പരിസരവാസികളുടെയും യുവജന സംഘടനകളുടെയും ഒക്കെ പ്രതിഷേധമുണ്ടായി. ഡോക്ടർ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിയിരുന്ന മുറിയുടെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് നാട്ടുകാർ അടിച്ചു തകർത്തു. കെട്ടിടമൊഴിയാനായി ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് ഡോക്ടർ മറ്റൊരിടത്തേക്ക് മാറുകയും ചെയ്തു. അന്നും ഡോക്ടർക്കെതിരെ പലരും ഉയർത്തിയ ആരോപണം അവർ മാന്യമായി പെരുമാറുന്നില്ല, എപ്പോഴും ദേഷ്യമാണ്, നിലവിട്ടതുപോലെയാണ് പലപ്പോഴും പെരുമാറുന്നത് എന്നൊക്കെയാണ്. ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീയുടെ സഹോദരിയുടെ ആരോപണവും ഇതുതന്നെയാണ്. അവരുടെ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പെരുമാറ്റം. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 2 ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുന്നത് ചെറിയ കാര്യമല്ല. സാധാരണക്കാരായ പാവങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി വരുന്നത്. അല്ലെങ്കിൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നവൻ്റെ ജീവന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു കാലമാണിത്. ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്ഥലം മാറ്റിയതുകൊണ്ട് കാര്യമില്ല, അവരുടെ മാനസിക നിലയാണ് പരിശോധിക്കേണ്ടത്. കേരളത്തിലെ എത്രയോ ആശുപത്രികളിൽ ഓരോ ദിവസവും പ്രസവ ശസ്ത്രക്രിയകൾ നടക്കുന്നു. അവിടങ്ങളിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ ഡോക്ടർമാർക്കെതിരെ കർശനമായ നടപടികൾ എടുത്തില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചേക്കാം. നഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ പാവങ്ങൾക്ക് മാത്രമായിരിക്കും.